Dear students, Applied Dialysis Technology Unit 3 ബാക്കിയുള്ള പോർഷൻസ് ആണ് ഈ ഒരു ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കറക്ഷൻ ഓഫ് സോൾട്ട് ആൻഡ് ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ സോൾട്ടും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഓവർലോഡും കറക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഡയാലിസിസ് പേഷ്യൻസിനെ നമ്മൾ ഡയാലിസിസിന് വിധേയമാക്കുന്നതിന് മുന്നേ നമ്മൾ അവരുടെ വെറ്റ് വെയ്റ്റും ഡ്രൈ വെയ്റ്റും നോക്കാറുണ്ട്. വെറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻ്റ് വരുമ്പോഴത്തെ അവരുടെ നീര് വെച്ചിട്ടുള്ള ശരീരത്തിൻ്റെ ആ ഒരു വെയ്റ്റാണ് വെറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ പേഷ്യൻ്റ് എത്തിച്ചേരേണ്ട ഒരു വെയ്റ്റ്, അതായത് സ്വാഭാവികമായിട്ട് ഈ നമ്മുടെ ഒരു മനുഷ്യൻ്റെ കിഡ്നി വർക്കിംഗ് ആണോ ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എത്തിച്ചേരേണ്ട വെയിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഡ്രൈ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പേഷ്യൻ്റ് ഡ്രൈ വെയിറ്റിന് താഴേക്ക് പോകുന്ന സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഹൈപ്പോടെൻഷൻ കണ്ടീഷൻസ്, അതുപോലെ തന്നെ പേഷ്യൻ്റ് മസിൽ ക്രാംസ്, മസിലൊക്കെ ഉരുണ്ട് കയറുന്ന പോലെ തോന്നാം, വോമിറ്റിംഗ് ഉണ്ടാവാം, അതുപോലെ തന്നെ ഓക്കാനുണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പേഷ്യൻ്റെ വോളിയം സ്റ്റാറ്റസ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ടൈം ഡിലേ ഇൻ BP ഫോൾ ആഫ്റ്റർ കറക്ഷൻ ഓഫ് ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് നമുക്ക് കുറേ സമയം എടുത്തു കഴിഞ്ഞിട്ടായിരിക്കും നമുക്കിതുപോലെ BP ഫോൾ ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഡയാലിസിസ് സെഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് കുറേ നേരം എടുത്തിട്ടാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിൽ കുറവ് വരുന്നത്. അതായത് നമുക്ക് ഫ്ലൂയിഡിൻ്റെ റിട്ടൻഷൻ സംഭവിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള കാര്യം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ സോഡിയത്തിൻ്റെ അക്യുമുലേഷൻ ഉണ്ടാകുമ്പോഴാണ്. സോഡിയം ഇപ്പോൾ നമ്മുടെ മസിലിലോ ഇല്ലെങ്കിൽ നമ്മുടെ വെസൽസിൽ എങ്ങാനൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയാലിസിസ് സെഷനിൽ എന്ത് സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, നമ്മുടെ BP ഫോള് പെട്ടെന്ന് കുറയാതിരിക്കാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ബോൺ ഡിസീസസിനെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് നമ്മുടെ എല്ല് സംബന്ധമായിട്ട് വരുന്ന അസുഖങ്ങൾ. അവിടെ പാത്തോഫിസിയോളജി നമുക്ക് പറയുന്നുണ്ട്. നമ്മുടെ മെയിനായിട്ട് നമ്മുടെ മിനറൽസിനെയും അതുപോലെ തന്നെ ബോൺ ഹോമിയോസ്റ്റാസിസിനും കാരണമാവുന്ന കുറച്ച് ഹോർമോൺസിൻ്റെ പേരാണ് നമ്മൾ താഴെ തന്നിരിക്കുന്നത്. FGF23, കാൽസിട്രിയോൾ, അതുപോലെ തന്നെ പാരാതൈറോയ്ഡ് ഹോർമോൺസ്. ഈ 3 ഹോർമോൺസ് ആണ് നമുക്ക് മിനറൽ ബോൺ ഹോമിയോസ്റ്റാസിസ് നമുക്ക് കൃത്യമാക്കി തരുന്നത്. അപ്പം നമുക്ക് ഈ ഹോർമോൺസ് വഴി നമ്മുടെ ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ്, ഇതിൻ്റെയൊക്കെ അളവുകൾ നമ്മുടെ ശരീരത്തിൽ, മഗ്നീഷ്യം, ഇതിൻ്റെയൊക്കെ അബ്സോർപ്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കിഡ്നീസ് ഈ മിനറലിനെ കറക്റ്റായിട്ട് എക്സ്ക്രീഷൻ നടക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസ് കിഡ്നി ഫങ്ഷൻ ഡിക്ലൈൻസ് ദർ ഈസ് പ്രോഗ്രസീവ് ലോസ് ഓഫ് എബിലിറ്റി ടു മെയിൻറ്റെയിൻ മിനറൽ ഹോമിയോസ്റ്റാസിസ് ആൻഡ് നോർമൽ ബോൺ ടേൺ ഓവർ. നമുക്ക് കിഡ്നിയൊക്കെ പ്രശ്നത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മിനറൽസിൻ്റെ ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ നമ്മുടെ ധാതുക്കളുടെയൊക്കെ തുലനാവസ്ഥ നഷ്ടപ്പെടുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാരണമാവുന്നുണ്ട്. നമ്മുടെ നോർമലായിട്ടുള്ള ബോൺ സ്ട്രെങ്ത്തിനെ വ്യത്യാസപ്പെടുത്താനും കാരണമാവുന്നുണ്ട്. ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോസ്ഫറസിൻ്റെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നതാണ്. എറൈസസ് ദ നീഡ് ടു മെയിൻറ്റെയിൻ എക്സ്ക്രീഷൻ ഓഫ് ഫോസ്ഫറസ് ബീയിങ് ഇൻജസ്റ്റഡ് ഫ്രം ഫുഡ്. ദ റെഡ്യൂസ്ഡ് നമ്പർ ഓഫ് ഫങ്ഷനിങ് നെഫ്രോൺസ് റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് ഫോസ്ഫറസ് ലോഡ് ബീയിങ് ഫിൽറ്റേർഡ് ബൈ ഈച്ച് നെഫ്രോൺ. അതായത് നമുക്കിപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയൊക്കെ ഫോസ്ഫറസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ ഫോസ്ഫറസ് എന്ന് പറയുന്നത് നമ്മുടെ നെഫ്രോൺസ്, നമ്മുടെ കിഡ്നി കൃത്യമായിട്ട് വർക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ നെഫ്രോണുകൾ എന്ത് ചെയ്യും, ഈ കൂടുതൽ നമ്മുടെ ഫോസ്ഫറസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് പുറത്തേക്ക് കളയാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് കളയുമ്പോൾ in an attempt to help increase excretion of this added phosphorus load, the level of the hormone FGF23 are increased. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ FGF23യുടെ അളവുകൾ, ഈ ഒരു ഹോർമോണിൻ്റെ അളവുകൾ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ചെയ്യും. ഈ FGF23 എന്ന് പറയുന്നത് നമുക്ക് ഓസ്റ്റിയോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഇത് നമുക്ക് റീനൽ ട്യൂബുലാർ സെൽസ് ബൈ ആക്ടിങ് ഓൺ ക്ലോത്തോ FGF റിസപ്റ്റർ കോംപ്ലക്സ്. നമുക്ക് ഈ ഒരു ഹോർമോൺസ് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ഇല്ലെങ്കിൽ അതിനെ ആക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ FGF23 നമുക്ക് സ്റ്റിമുലേറ്റ്സ് ഫോസ്ഫോയൂറിയ ബൈ ഡിക്രീസിങ് ദ എക്സ്പ്രഷൻ ആൻഡ് ആക്ടിവിറ്റി ഓഫ് സോഡിയം ഫോസ്ഫേറ്റ്
കോൺ ട്രാൻസ്പോർട്ടേഴ്സ് ഇൻ ദ റീനൽ ട്യൂബ്യൂൾസ്. അപ്പോൾ ഇതുവഴി നമുക്ക് എന്താണ് നമ്മുടെ ഫോസ്ഫറസിൻ്റെ അളവൊക്കെ കൃത്യമായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദീസ് ട്രാൻസ്പോർട്ടേഴ്സ് നോർമലി ഫങ്ഷൻ ടു റീഅബ്സോർബ് ഫിൽറ്റേർഡ് ഫോസ്ഫറസ്. ഈ ട്രാൻസ്പോർട്ടേഴ്സ് നമുക്ക് എന്താണ് നോർമലി ആയിട്ടുള്ള ഫങ്ഷനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഫോസ്ഫറസിനെ റീഅബ്സോർബ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി സാധിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് A second hormone involved in mineral bond homeostasis is calcitriol. നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് FGF23 ആയിരുന്നു, രണ്ടാമത് പറയുന്നത് കാൽസിട്രിയോൾ ആണ്. കാൽസിട്രിയോൾ നമ്മുടെ ബോണ്ട് സ്ട്രെങ്ത് ഒക്കെ ഒരു തുലനാവസ്ഥയിൽ നിർത്തുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാൽസിട്രിയോൾ സിന്തസൈസ് ചെയ്യുന്നത് എവിടെയാണ്? നമുക്ക് കാൽസിട്രിയോൾ സിന്തസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 സ്റ്റേജ് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് എന്താണ് നമ്മുടെ സ്കിന്നിൽ, അതിനുശേഷം അതായത് സ്കിന്നിൽ എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ഈ കാൽസിട്രിയോൾ കിട്ടുന്നത് നമ്മുടെ വൈറ്റമിൻ ഡിയിൽ നിന്നാണ് നമുക്ക് കിട്ടുക. അതായത് വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? നമ്മുടെ സൺലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. അതായത് നമ്മുടെ സൺലൈറ്റിലുള്ള അൾട്രാവയലറ്റ് ലൈറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ സ്കിന്നിൽ ആ ലൈറ്റ് നമ്മുടെ സ്കിന്നിലോട്ട് പതിക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈറ്റമിൻ ഡി കിട്ടുന്നു. ആ വൈറ്റമിൻ ഡി പിന്നീട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? 7 ഹൈഡ്രോക്സി കൊളസ്ട്രോൾ ഇൻറ്റു കോളികാൽസിഫെറോൾ വൈറ്റമിൻ D3 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ D3 കിട്ടുന്നത് കൊണ്ട് എന്താണ് ഹെൽപ്ഫുൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്തിന് കാരണമാവുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള എന്താണ് കാൽസ്യത്തിനും ഫോസ്ഫറസിനൊക്കെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടി, അത് വൈറ്റമിൻ D3 എന്ന് പറയുന്നത് വേറൊരു ഫോമിലേക്കായിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ഫോമിലേക്കായിട്ട് മാറുകയാണ്? പിന്നെ നമ്മുടെ കിഡ്നീസിൽ ലിവറിൽ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ കൺവേർഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിനും ഫോസ്ഫറസിൻ്റെയൊക്കെ അബ്സോർപ്ഷന് കാരണമാവുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കോളികാൽസിഫെറോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റിറോയിഡ് പ്രോ ഹോർമോണാണ്. അത് പിന്നീട് എന്തായിട്ട് മാറുന്നു? ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റിറോയിഡ് റിങ് വഴി ഹൈഡ്രോലൈസ് ചെയ്ത് 25 അതായത് ഹൈഡ്രോലേറ്റഡ് ഇൻ ദ 25 പൊസിഷൻ ബൈ ദ ലിവർ. അപ്പോൾ സ്കിന്നിൽ നിന്ന് പിന്നീട് അത് നമ്മുടെ എവിടേക്ക് എത്താണ്? ലിവറിലോട്ട് എത്താണ്. അവിടെ വെച്ച് വീണ്ടും കൺവേർട്ട് ചെയ്യുന്നു. ദിസ് സോ കോൾഡ് 25D ക്യാൻ ബി then be fully activated by a third step hydroxylation of steroid ring at the first position. അതിനുശേഷം നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഹൈഡ്രോക്സിലേഷൻ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഫൈനൽ hydroxylation step can occur in variety of tissue locally, but the most important site where 125D is synthesized in the renal tubules. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് സ്കിന്നിൽ, അത് കഴിഞ്ഞ് അതിൻ്റെ ഹൈഡ്രോക്സിലേഷൻ പ്രവർത്തനം ലിവറിൽ നടന്നു. അത് കഴിഞ്ഞ് പിന്നീട് അത് എങ്ങോട്ടാണ്? നമ്മുടെ കിഡ്നീസിൽ റീനൽ ട്യൂബ്യൂൾസ് ആണ് അതിൻ്റെ ഹൈഡ്രോക്സിലേഷൻ പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന എൻസൈമാണ് 1-alpha ഹൈഡ്രോലേസ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ 125D ഈസ് കാൽസിഫെറോൾ എന്ന് നമുക്ക് പറയാം. കാൽസിട്രിയോൾ എന്ന് പറയുമ്പോൾ ഹാസ് മെനി ആക്ഷൻസ് പെർട്ടൈനിങ് ടു മിനറൽ ബാലൻസ്. ഈ ഒരു കാൽസിട്രിയോളിന് എന്ത് ആക്ഷനാണ്? നമ്മുടെ മിനറൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷനാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഗട്ടിലൊക്കെ കാൽസ്യത്തിനും ഫോസ്ഫറസിനൊക്കെ അബ്സോർപ്ഷൻ സാധ്യമാക്കുകയും അതിനുശേഷം നമ്മുടെ ശരീരത്തിൽ കാൽസ്യം റീഅബ്സോർപ്ഷൻ, നമ്മുടെ കിഡ്നീസിലൊക്കെ കാൽസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ എന്താണ് ആൻഡ് സപ്രസ് ദ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഫ്രം മേക്കിംഗ് PTH, നമ്മുടെ പാരാതൈറോയ്ഡ് ഹോർമോൺസിൻ്റെയൊക്കെ സ്റ്റിമുലേഷന് വേണ്ടിയിട്ടൊക്കെ അത് സാധിക്കുന്നുണ്ട്. പിന്നെ കാൽസിട്രിയോൾ എന്ന് പറയുന്നത് നമ്മുടെ മിനറലൈസ്ഡ് ബോണ്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ഏർലി CKD ദ ലെവൽ ഓഫ് കാൽസിട്രിയോൾ ആർ റെഡ്യൂസ്ഡ്. നമുക്ക് CKD പേഷ്യൻസിൽ, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിൽ നമുക്ക് കാൽസിട്രിയോളിൻ്റെ അളവ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇത് എന്താണ്? ദിസ് ഈസ് ത്രൂ ടു ഒക്കർ ബൈ 2 മെക്കാനിസം. 2 മെക്കാനിസം വഴിയാണ് ഈ CKD പേഷ്യൻസിൽ എന്തിന് കാരണമാവുന്നത്? നമ്മുടെ ഈ ഒരു കാൽസിട്രിയോളിൻ്റെ അളവ് കുറയുന്നതിന് കാരണമാവുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അപ്പം നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ the increased level of FGF23 induced by need to increase per nephron phosphorus excretion suppress 1-alpha hydrolase enzyme renal tubules. അതായത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള, ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ
എന്താ പറയുക, ഇപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 2 ഹൈഡ്രോക്സിലേഷൻ പ്രവർത്തനങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് നഷ്ടപ്പെടുകയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ പ്രവർത്തനം നടക്കില്ല, നമുക്ക് ഈ ഒരു എന്താ പറയുക ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് എത്താതെ, ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹോർമോൺസ് കൃത്യമായിട്ടുള്ള അളവിലല്ലെങ്കിൽ കാൽസ്യത്തിനും അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ കൃത്യമാവില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ there is less conversion of 25D to 125D. അതായത് നമ്മുടെ റീനൽസിനൊക്കെ വല്ല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കിഡ്നീസിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള നമ്മുടെ കാൽസിട്രിയോളിൻ്റെയൊക്കെ സിന്തസിസ് ഒന്നും നടക്കാതെ വരികയും ഇതുവഴി നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിനും ഫോസ്ഫറസിൻ്റെയൊക്കെ അബ്സോർപ്ഷൻ നടക്കാതിരിക്കുകയും ചെയ്യുന്നു. ദ റിഡ്യൂസ്ഡ് സെറം 125D ലെവൽസ് ഓൾസോ റിസൾട്ട് ഇൻ റിഡക്ഷൻ ഓഫ് ഗട്ട് കാൽസ്യം അബ്സോർപ്ഷൻ. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ താഴെ തന്നിട്ടുള്ള അടുത്ത പോയിന്റ്സിൽ തന്നിട്ടുള്ളത്. നമുക്ക് ഈ കാൽസിട്രിയോളിൻ്റെ അളവൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗട്ടിലുള്ള കാൽസ്യം അബ്സോർപ്ഷൻ കുറയും. അതുപോലെ തന്നെ സെറം ഫോസ്ഫറസ് ലെവലുകൾ കുറയും, സെറം കാൽസ്യം ലെവലുകൾ കുറയും. അതുപോലെ തന്നെ ഹൈപ്പോ കാൽസ്യമia കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്ന കണ്ടീഷൻസ് നമ്മുടെ പേഷ്യൻറ്റിൽ ഉണ്ടാവും. ദ തേർഡ് ഹോർമോൺ ഇൻവോൾവ്ഡ് ഇൻ മിനറൽ ബാലൻസ് ഈസ് പാരാതൈറോയ്ഡ് ഹോർമോൺ. അതുപോലെ തന്നെ മൂന്നാമത്തെ ഹോർമോൺ, അതായത് ഈ മിനറൽ ബാലൻസ് വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ ഒരു പാരാതൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. This is a peptide hormone composed of 84 amino acids with the preliminary binding to its receptor requiring the presence of the first 2 amino acids on the N-terminal of the module. The main stimulus to PTH secretion is hypocalcemia. അതായത് നമുക്ക് ഈ ഒരു പാരാതൈറോയ്ഡ് ഹോർമോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. അതിൽ 84 അമിനോ ആസിഡുകൾ യൂസ് ചെയ്തിട്ടാണ് ഇത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ പ്രിലിമിനറി ബൈൻഡിങ് എന്ന് പറയുമ്പോൾ റിസെപ്റ്റർ റിക്വയറിങ് ദ പ്രസൻസ് ഓഫ് ഫസ്റ്റ് 2 അമിനോ ആസിഡ് ഓൺ ദ 2 അമിനോ ആസിഡ്, ഫസ്റ്റത്തെ 2 അമിനോ ആസിഡുകൾ എൻ ടെർമിനൽ ഓഫ് ദ മോളിക്യൂളായിട്ടാണ്, ഇല്ലെങ്കിൽ എൻ ടെർമിനലിലാണ് ബൈൻഡ് ചെയ്തിട്ടുള്ളത്. ദ മെയിൻ സ്റ്റിമുലസ് ടു PTH സെക്രീഷൻ ഈസ് ഹൈപ്പോകാൽസീമിയ which act on calcium sensing receptor on the parathyroid gland. One of the main function of this hormone is to maintain the serum calcium level. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഹോർമോൺ വഴി നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ സെറത്തിൻ്റെയും സെറം കാൽസ്യം ലെവലുകൾ കൃത്യമാക്കി വെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു PTH ഹോർമോൺസൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്.